എഴുന്നേറ്റ് വാ. മോന ഇവരെ കൊണ്ടുപോ. സർ. താര വരൂ. ഇരിക്കും. ഇരുന്നോളൂ. നരേന്ദ്രൻ പോലീസിന്റെ കയ്യിൽ ഇത്ര പെട്ടെന്ന് വന്നുപെട്ടത് ഒരുപക്ഷെ താരയുടെ ഭാഗ്യം കൊണ്ടായിരിക്കാം. താര പറഞ്ഞത് സത്യമാണെന്ന് നരേന്ദ്രനെ ചോദ്യം ചെയ്തപ്പോ ഞങ്ങൾക്ക് ബോധ്യമായി. ആ സ്ഥിതിക്ക് ലീഗലി ചില ഫോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ പോലും താരയെ ഇവിടെ നിർത്തി ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. താരയ്ക്ക് എവിടെ പോകേണ്ടതെന്ന് പറഞ്ഞാൽ തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് ഞാൻ പറയാതെ താര ഈ പോലീസ് സ്റ്റേഷന്റെ പരിധി വിട്ടു പോകാൻ പാടില്ല. താരയ്ക്ക് വേണമെങ്കിൽ നാളെ തന്നെ കോളേജ് ജോയിൻ ചെയ്യാം. അതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല സാർ. ആരാ? പ്രൊഫസർ നന്ദഗോപന്റെ വീടല്ലേ? അതെ. അയാൾ താമസിക്കുന്ന സ്ഥലത്ത് വിളിച്ച് അന്വേഷിച്ചു. അപ്പോ ഇങ്ങോട്ട് പുറപ്പെട്ടെന്നറിഞ്ഞു. ആരാ? എനിക്കങ്ങോട്ട് മനസ്സിലായില്ലല്ലോ. ആളെത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുവോ? അവനിങ് എത്തിയിട്ടില്ല. വെളുപ്പിനെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് എത്ര നേരം ആവുന്നേ ഉള്ളൂ. ഇടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇറങ്ങിയാൽ പിന്നെയും വൈകും. എന്താ കാര്യം? പ്രൊഫസറെ കണ്ടിട്ടേ കാര്യമുള്ളൂ. കാണാതെ തിരിച്ചു പോകാനും പറ്റില്ല. ആരാ ഉണ്ണീത്? നന്ദനെ കാണാൻ വന്നതാ. പ്രൊഫസറുടെ അച്ഛനാവും. ഞാനും ഒരച്ഛനാണ്. എന്റെ മോളുടെ പേര് പറഞ്ഞാൽ അറിയാതിരിക്കില്ല. താര മാനുവൽ. അതെന്റെ മോള. ഇവിടൊന്ന് ഇരിക്കാലോ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, വന്ന് കണ്ട് സംസാരിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ.